ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ലാസ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരു ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. അതായത് വേറൊന്നുമില്ല, നിങ്ങളിവിടെ UK വന്നു കഴിയുമ്പം ഏത് ബാങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ലൈക്ക് മോസ്റ്റ്ലി എല്ലാ ബാങ്കുകൾക്കും ഒരേ പ്രൊസീജിയറൊക്കെ തന്നെയാണ്, പക്ഷെ ചിലതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പം എനിക്ക് ആ പറ്റാഞ്ഞ കാര്യങ്ങൾ നിങ്ങളായിട്ടെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൺലൈൻ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പം ആദ്യത്തെ ബാങ്ക് മോസ്റ്റ്ലി ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് മോൺസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാങ്കാണ്. മോൺസോ ബാങ്കിൽ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഹെൽപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ത്രൂ തന്നെയാണ്. നമുക്ക് നമ്മളുടെ BRP കാർഡോ പാസ്പോർട്ടോ വെച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാർഡ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സെയിം രണ്ടുമൂന്ന് തന്നെയാണല്ലോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ നമ്മൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സ്കാൻ ചെയ്തിട്ട് കൊടുക്കുക, നമ്മളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക, ബേസിക് പ്രൊസീജിയറൊക്കെ തന്നെ. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം മോൺസോ ബാങ്ക് ആണെങ്കിൽ കാർഡ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ലൈക്ക് പ്രീമിയം പ്ലാറ്റിനം പോലത്തെ അക്കൗണ്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ചാർജസൊക്കെ ഉണ്ട്. ഒരു ബേസിക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചാർജസ് ഒന്നും തന്നെ ഇല്ല, നമുക്ക് സീറോ ബാലൻസ് വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ മോൺസോ ബാങ്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ നമ്മുടെ സൈഡിൽ നോക്കുമ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് 6 മാസത്തിൽ ആകെ 1000 പൗണ്ടേ മാക്സിമം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ 1000 പൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം വെയിറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് 1000 പൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി മോസ്റ്റ്ലി കടകളിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ള കടകളിൽ നമ്മുടെ കാർഡും പൈസയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ടോപ്പപ്പ് ചെയ്ത് കിട്ടും. അപ്പം അറ്റ് എ ടൈം മാക്സിമം 300 പൗണ്ടാണ് നമുക്ക് മാക്സിമം ടോപ്പപ്പ് ചെയ്യാൻ പറ്റുക. 300 നമ്മളിപ്പം പേ ചെയ്താൽ നമ്മളുടെ അക്കൗണ്ടിൽ 299 കയറത്തുള്ളൂ. 1 പൗണ്ട് അവർ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഓഫ് 300 തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ 300 പ്ലസ് ഒരു 1 പൗണ്ട് ചേഞ്ച് ആയിട്ടും നിങ്ങൾ ആ കടയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ 300 ആയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ട്രാൻസ്ഫറിങ് കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ മറ്റേ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലി ആരെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഈ ഒരു ലിമിറ്റേഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് ഇവർക്ക് ഫിസിക്കലായിട്ടുള്ളതൊന്നുമില്ല. നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പേ പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് റീചാർജ് ചെയ്യാം. ടോപ്പപ്പ് ചെയ്യാന്നാണ് അതിന് പറയാറ് ശരിക്കും. അപ്പോൾ നമ്മൾ ഈ കാർഡ് കൊണ്ട് ചെന്ന് കഴിയുമ്പം എൻ്റെ ഈ അക്കൗണ്ടിൽ ടോപ്പപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഇത്ര രൂപയാണെന്നും പറയുക. അപ്പോൾ അടുത്ത ബാങ്ക് എന്ന് പറയുന്നത് മുനീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കാണ്. ഈ സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. നമ്മളുടെ ID കാർഡ് ലൈക്ക് നമ്മുടെ പാസ്പോർട്ടും അല്ലെങ്കിൽ BRP കാർഡ് വെച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെയിം പ്രൊസീജിയറൊക്കെ തന്നെ. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറൗണ്ട് 4.95 ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്യുന്നത്. നിങ്ങളത് എപ്പോഴാണ് കാണുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഒരു 5 പൗണ്ടിനടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡ് വേണമെന്നുണ്ടെങ്കിൽ. ഇല്ല, നിങ്ങൾക്ക് കാർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. നിങ്ങൾക്കൊരു വെർച്വൽ ആയിട്ടുള്ള കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മളതൊന്ന് ജസ്റ്റ് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ ബേസിക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. പ്രീമിയമോ പ്ലാറ്റിനം പോലത്തെ അക്കൗണ്ടുകളൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഓൺലൈൻ ബാങ്കുകളിലും അല്ലാതെ ഓഫ്ലൈൻ ഫിസിക്കൽ ബാങ്കുകളിലൊക്കെ ആണെങ്കിലും പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ ചെറുതായിരുന്നപ്പം നമ്മൾ കുടുക്കകത്ത് പൈസ ഇട്ട് വയ്ക്കാന്നൊക്കെ പറയത്തില്ല, സേവിങ്സ് എന്ന് പോലെ. അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നമുക്കിപ്പം സാലറി വരുമ്പം ഒരു ഇത്ര ശതമാനം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോർട്ട് എന്ന് പറഞ്ഞിട്ട്
പല ആ ബാങ്കുകൾക്കും പല പേരിലായിരിക്കും, പക്ഷേ ജനറലായിട്ട് പോർട്ട് എന്നാണ് അതിന് പറയാറ്. അപ്പോൾ നമുക്കത് ആവശ്യമനുസരിച്ച് മാറ്റിയിടാം. ഒരു ഇത്രാം തീയതി അല്ലെങ്കിൽ 6 മാസത്തേക്ക് നമുക്കത് ലോക്ക് ചെയ്തിടാം. അൺലോക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങളൊന്നുമില്ല. അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരാനായിട്ട് ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. അത് ഡ്രോബാക്ക് പെടുത്താൻ പറ്റത്തില്ല, മീൻസ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു വരണമല്ലോ, അതിൻ്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. മോനീസ് ബാങ്കിൽ ടോപ്പപ്പിന് മോൺസോ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആകെ ഒരു ചെറിയ ഡൗൺ സൈഡ് എന്ന് പറയാനുള്ളത് അറ്റ് എ ടൈം 249 പൗണ്ടാണ് മോനീസിൽ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുക. പെർ ഡേ 500 പൗണ്ട് വരെ നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1300 പൗണ്ട് മാസം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും മാക്സിമം. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? മോൺസോ ആയിരുന്നപ്പോൾ 1000 പൗണ്ടേ പറ്റത്തുള്ളായിരുന്നു 6 മാസത്തിൽ. പക്ഷേ മോനീസിന് 1300 പൗണ്ട് വരെ എല്ലാ മാസവും ഇടാൻ പറ്റും. പിന്നെ പെർ ഡേ മാക്സിമം 500 വരെ ഇടാൻ പറ്റും. മോൺസോയ്ക്ക് മാക്സിമം 300 പറ്റത്തുള്ളായിരുന്നു. ആ ഒരു ഡിഫറൻസ് മോൺസോയ്ക്കും മോനീസിനും ഉണ്ട്. പിന്നെ കാർഡിന് അവർ ചാർജ് ചെയ്യുന്നൊരു ഓപ്ഷനുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ടോപ്പപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മോൺസോയ്ക്ക് പേ പോയിൻ്റ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ മോനീസിന് പേ പോയിൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും ഇത് നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ഈ സെയിം പ്രൊസീജിയർ തന്നെ കാർഡായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഓൺലൈൻ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റാർലിംഗ് എന്ന് പേരുള്ളൊരു ബാങ്കാണ്. മറ്റ് 2 ബാങ്കുകളെ പോലെ തന്നെയാണ്, അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് ഡിഫറൻസ് ഉള്ള എന്താണെന്നൊക്കെ വെച്ചാൽ, സ്റ്റാർലിങ്ങിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ അഡ്രസ് പ്രൂഫ് പ്രോപ്പർ കാണിക്കണം. അതായത് ഫോട്ടോ ID ലൈക്ക് പ്രൊഫഷണൽ ലൈസൻസോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ പേരും അഡ്രസ്സും ഉള്ള നമ്മളുടെ ബില്ലുകൾ കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് 2 ബാങ്കുകൾക്ക് അത് മാൻഡേറ്ററി അല്ലായിരുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നത്തെ ഒരു ഡിഫറൻറ്റ് പറയാനുള്ളത് മോൺസോ പോലെ തന്നെയാണ്. അതായത് കാർഡ് നമുക്ക് പേയ്മെൻറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, വർഷത്തിൽ 1000 പൗണ്ട് മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ ഇൻ ദ സെൻസ്, അത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 2 മാസത്തിൽ 1000 പൗണ്ട് ഇട്ടു, പിന്നെ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇത്ര ശതമാനം ഫീസ് അവർ ചാർജ് ചെയ്യും. മറ്റു സമയങ്ങളിൽ അതായത് 1000 പൗണ്ട് വരെ ഫീസൊന്നും തന്നെ ഇല്ല. പക്ഷേ 1000 പൗണ്ട് നിങ്ങൾ ഒരു മാസത്തിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഇടണമെന്നുണ്ടെങ്കിൽ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് അവർ അതിൽ നിന്നും ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു ഫീസ് പോലെ ഉണ്ട്. പിന്നത്തെ ഒരു മേജർ ഡിഫറൻറ്റ് എന്ന് പറയാനുള്ളത്, സ്റ്റാർലിംഗ് എന്ന് പറയുന്ന ബാങ്കിന് ടോപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ പോകണം. മറ്റ് പേ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ സ്റ്റാർലിംഗ് ബാങ്കിന് ചാർജിങ് ചെയ്യാറില്ല. കാരണം അവരുടെ സൈറ്റിൽ നോക്കിയപ്പോഴും പിന്നെ പേ പോയിൻറ്റിൽ അന്വേഷിച്ചപ്പോഴും സ്റ്റാർലിംഗ് ബാങ്കിൻ്റെ അത് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പം മേജർ ഡിഫറൻസ് ഒന്നും തന്നെ ഈ 3 ബാങ്കുകൾക്കില്ല. വളരെ മൈനർ ആയിട്ടുള്ള, അതായത് കാർഡിന് ചാർജ് ചെയ്യലും പിന്നെ ഡെപ്പോസിറ്റിനുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ മോസ്റ്റ്ലി ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഒരു മൈനസ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം ഞാൻ നടത്തി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഒരു ലിമിറ്റ് പറയുന്നതിൻ്റെ കാര്യം, നമ്മളുടെ ഈ ക്യാഷ് ഇൻ ഹാൻഡ് ജോബ് ഇവിടെ ഇല്ലീഗൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലോ കൺട്രോളിങ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഗവൺമെൻറ് ആ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് ക്യാഷ് ജോബ് ചെയ്യുന്നവർ മറ്റു പല മാർഗത്തിലൂടെയും അക്കൗണ്ടിലോട്ടാക്കുകയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നാട്ടിലോട്ട് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് സെക്കൻഡറി. പക്ഷേ ഞാനിപ്പോൾ ബാങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ആ ഒരു റെഗുലേഷൻ എന്തിനു വേണ്ടിയാണെന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ ബാങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾ വെച്ചുകൊണ്ട് ഓൺലൈൻ ബാങ്ക് ഏത് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിന് പുറമെ നിങ്ങൾ മാക്സിമം ഈ ഓരോ ബാങ്കുകളുടെയും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ കയറി കുറച്ചും കൂടെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിളി നല്ലതെന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു സെക്ഷൻ പറയാനുള്ളത് ഓഫ്ലൈൻ ബാങ്കാണ്, അതായത് ഫിസിക്കൽ ബാങ്കുകൾ. അപ്പം ഫിസിക്കൽ ബാങ്കുകളെ കുറിച്ച് പറയാനാണെങ്കിലും ഇതുപോലെ തന്നെ ചവറുപോലെ ബാങ്കുകളുണ്ട്. പക്ഷേ മോസ്റ്റ് പോപ്പുലർ എന്നൊക്കെ പറയാനായിട്ടുള്ളത് ബാർക്ലേസ് ബാങ്ക്, ലോയിഡ്സ് ബാങ്ക്, HSBC, സാനിറ്റർ ബാങ്ക്, മെട്രോ ബാങ്ക്, പിന്നെ നാറ്റ് വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട് ഇവിടെ.
അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാ ബാങ്കുകളുടെയും കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്ത ബാങ്കുകളുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലൈക്ക് അതാകുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചേർത്ത് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയത് ബാർക്ലേസ് ബാങ്കിലാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോട്ടോ ID പ്രൂഫ് BRP മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ അഡ്രസ് പ്രൂഫ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പം ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞു കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മോൺസോയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ മോൺസോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ബാർക്ലേസിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ID പ്രൂഫ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഓൾറെഡി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അതുമാത്രമല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ എടുക്കത്തില്ല എന്നും പറഞ്ഞു. പിന്നെ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കേസ് പറഞ്ഞപ്പം സ്റ്റുഡൻറ്റ് ലെറ്ററിൻ്റെ കാര്യം അവരോട് ചോദിച്ചപ്പം സ്റ്റുഡൻറ്റ് ലെറ്റർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോളേജിൽ നിന്ന് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പം അത് കഴിഞ്ഞ് അവരോട് ആ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ പ്രൊഫഷണൽ ലൈസൻസൊക്കെ അപ്ലൈ ചെയ്ത് എനിക്കത് കിട്ടിയായിരുന്നു. എന്നിട്ട് ആ ലൈസൻസ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും ബാങ്കിൽ ചെല്ലണം, നമ്മളുടെ ID കാർഡായിട്ട് ചെല്ലണം എന്നൊക്കെയാണ് പറഞ്ഞത്. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, സോറി, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി വൺസ് റിജക്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബാർക്ലേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും ബാർക്ലേസിൽ അക്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഉള്ളൂ. വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറയാതിരിക്കുക, അതായത് ഓൺലൈൻ ബാങ്കുകൾ ഉണ്ടെന്ന് പറയാതിരിക്കുക. പിന്നെ അഡ്രസ് പ്രൂഫ് പ്രോപ്പറായിട്ട് കയ്യിൽ വെച്ചിട്ട് പോവുക, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുത്ത് കൈ വെച്ചുകൊണ്ട് പോവാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റുഡൻറ്റ് അക്കൗണ്ട് അല്ലാതെ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ബാങ്ക് എന്ന് പറയുന്നത് ലോയിഡ്സ് ബാങ്കാണ്. ലോയിഡ്സ് ഞാൻ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്ന ബാങ്കായിരുന്നു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് റീസൺ അറിയത്തില്ല. ബട്ട് എനിക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു ബാങ്കാണ് ലോയിഡ്സ് ബാങ്ക്. നമ്മളുടെ സ്റ്റുഡൻറ്റ് ലെറ്റർ വെച്ച് പോയാലും അവർ അത് സാറ്റിസ്ഫൈഡ് ആണ്. ലൈക്ക് ബാങ്ക് ലെറ്റർ നമ്മൾ കോളേജിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലാതെ പ്രൊഫഷണൽ ലൈസൻസോ ID പ്രൂഫോ വേണമെന്ന് അവർ പറയത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് പാസ്പോർട്ടും BRP കാർഡും വേണം, പക്ഷേ ഫോട്ടോ ID പ്രൂഫോ അഡ്രസ് പ്രൂഫോ വേണമെന്ന് അവർ നിർബന്ധം പിടിക്കാറില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് സ്റ്റുഡൻറ്റ് ബാങ്ക് ലെറ്ററും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് തരും സ്റ്റുഡൻറ്റ് അക്കൗണ്ട്. പിന്നെ കറണ്ട് അക്കൗണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുക, പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ബില്ലുകളുണ്ടെങ്കിൽ ലൈക്ക് വാട്ടർ ബില്ലോ ബില്ലോ ഗ്യാസ് ബില്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോവുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന ബാങ്കുകളെല്ലാം ഓൺലൈൻ ത്രൂ ചെയ്യാനേ അവർ ആദ്യമേ പറയത്തുള്ളൂ, ബാങ്കിലോട്ട് ചെന്ന് കയറാൻ ആരും പറയത്തില്ല. പക്ഷേ എന്തെങ്കിലും ട്രബിൾ കൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പോയി കണ്ടിന്യൂ ചെയ്യാം, നോ ഇഷ്യൂസ്. കമ്പാരിറ്റീവ്ലി നോക്കിയപ്പോൾ ലോയിഡ്സ് നമുക്ക് പോയിട്ടാണെങ്കിലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഈസി അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയാണ് അവർ ഓൺലൈൻ ത്രൂ ആദ്യമേ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഈസിയാണ് സ്റ്റുഡൻസിന് ലോയിഡ്സിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത ബാങ്ക് എന്ന് പറഞ്ഞാൽ HSBC ആണ്. അപ്പം HSBCയിൽ ഞാൻ ലോയിഡ്സ് പോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ലോയിഡ്സിനെക്കാട്ടും സാറ്റിസ്ഫൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ബാങ്കിലൊക്കെ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് സ്റ്റുഡൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ മച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല. സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് ലെറ്റർ വേണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഫോട്ടോ ID പ്രൂഫും അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫും വേണം. ഇതാണ് വ്യത്യാസമുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റും, ബാങ്കിൻ്റെ ആപ്പ് വഴി ചെയ്യാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ തരും. ആ റെഫറൻസ് നമ്പറായിട്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുക, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടങ്ങ് ചെല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു എനിക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുണ്ടായിരുന്നത്. വലിയ എലാബറേറ്റ് ആയിട്ടുള്ളതൊന്നും പറയാനില്ലായിരുന്നു. നിങ്ങൾക്ക്
ഏത് ബാങ്കിൽ ഈസി ആയിട്ട് ആസ് എ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് ബാങ്കിൽ കുറച്ച് ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, മച്ച് ഹസലില്ലാതെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം എനിക്ക് എന്താ പറയുക, എനിക്ക് ബാർക്ലേസിൽ എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. അപ്പം ചിലവർക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അട്രാക്ഷൻ കാണുമല്ലോ, ചിലപ്പം പേരിലോ അല്ലെങ്കിൽ സർവീസിലോ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ. അപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഏത് ബാങ്കും, ഓൺലൈൻ ആണെങ്കിലും ഫിസിക്കൽ ബാങ്ക് ആണെങ്കിലും, നിങ്ങളുടെ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും സബ്മിഷൻസ് എല്ലാം കറക്റ്റായിട്ട് തീർന്നു കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ATM കാർഡും പിൻ നമ്പറും എല്ലാം വരും. പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ചില പാസ്വേഡുകൾ ചില ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് വിതിൻ 1 വീക്ക്, മാക്സിമം 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.